ശബരിമല വിഷയമെല്ലാം വന്നപ്പോൾ കേരളത്തില് 1733 ഖണ്ഡേറാവു ഹോൾക്കറെ, നമുക്ക് അഹല്യ ഹോൾക്കറെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 1727 വായനയും എഴുത്തും മാത്രമല്ല കുതിര സവാരിയും അതോടൊപ്പം തന്നെ വാൾപ്പയറ്റിലും പീരങ്കി പ്രയോഗത്തിലും നീതിന്യായ വ്യവസ്ഥയിലും സാമ്പത്തിക കാര്യനിർവഹണങ്ങളിലും കണക്ക് സൂക്ഷിക്കാനും തുടങ്ങി പ്രതിരോധത്തിലും വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വിവാഹശേഷം അവരുടെ വൈവാഹിക ജീവിതം അത്ര തൃപ്തികരമായിരുന്നില്ല. വിവാഹശേഷം 12 വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ഭർത്താവ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം സതി അനുഷ്ഠിക്കാൻ തുനിഞ്ഞിട്ടുള്ള ആ അഹല്യബായി ഹോൾക്കറിനെ ഭർത്തൃപിതാവ് തടയുകയും രാജ്യത്തിന്റെ അതിർത്തി എന്നുള്ളത് അഹല്യബായി ഹോൾക്കർക്ക് ഒരു തടസ്സമേ ആയിരുന്നില്ല. അതാണ് അഹല്യബായി ഹോൾക്കർക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രജകളുടെ അഹല്യബായി ഹോൾക്കറുടെ ആ ജന്മശതാബ്ദി രാജ്യവ്യാപകമായി പല പ്രകാരത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ചരിത്രപ്രസിദ്ധമായ നമ്മുടെ ഈ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഈ തളിക്ഷേത്രത്തിന്റെ സന്നിധി ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുന്നൂറ് വർഷം മുമ്പ് 18ാം നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ 1725 ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശത്ത് ജനിച്ചു വളർന്ന് പ്രതികൂലമായ പല സാഹചര്യങ്ങളെയും നേരിട്ട് ഒരു വലിയ പ്രദേശത്തിന്റെ ഭരണാധികാരിയായി തീർന്നിട്ടുള്ള ഒരു വനിതാരത്വത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവർ നമ്മുടെ നാട്ടിന് നൽകിയിട്ടുള്ള ശാശ്വതമായ അമൂല്യമായ സംഭാവനകളെക്കുറിച്ചും ഓർമ്മിക്കുക എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ എല്ലാം ജീവിക്കുന്ന ഈ തലമുറയുടെ ഒരു കടമയായി കണക്കാക്കേണ്ടതായിട്ടുണ്ട്.